അധികാരത്തിലേറിയ UDF സർക്കാരിന് കടുത്ത വെല്ലുവിളിയുയർത്തി സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി. തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് ഈ സാമ്പത്തിക വർഷം കണ്ടെത്തേണ്ടത് 10,000 കോടിയിലധികം രൂപ. കേന്ദ്ര വിഹിതത്തിലുണ്ടായ കുറവും വായ്പാ പരിധി വെട്ടിക്കുറച്ചതും ധനവകുപ്പിന് കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ 16ാം ധനകാര്യ കമ്മീഷന്റെ പുതിയ ശുപാർശകൾ സംസ്ഥാനത്തിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ഖജനാവിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഈ പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ നിലവിലെ വർഷം അധികമായി 10,000 കോടിയിലധികം രൂപ സർക്കാരിന് കണ്ടെത്തേണ്ടതുണ്ട്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം, ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കൽ, യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ എന്നിവയാണ് സർക്കാർ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ വിജയകരമായ മാതൃകയിലാണ് ഇത് കേരളത്തിലും അവതരിപ്പിച്ചത്. എന്നാൽ സാമ്പത്തിക ബാധ്യതയുടെ കണക്കുകൾ ധനവകുപ്പിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. KSRTCയിലെ സൗജന്യ യാത്രയ്ക്കായി 1500 കോടി രൂപയും സൗജന്യ ഇൻഷുറൻസ് പദ്ധതിക്കായി 4000 കോടി രൂപയുമാണ് പ്രാഥമികമായി കണക്കാക്കപ്പെടുന്നത്. ഇതിനു പുറമെ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി 3000 രൂപയാക്കി ഉയർത്തിയാൽ പ്രതിവർഷം 7440 കോടി രൂപ അധികമായി കണ്ടെത്തണം. മറ്റു പദ്ധതികളുടെ തുക കൂടി കണക്കാക്കുമ്പോൾ മൊത്തം ചെലവ് 10,000 കോടിക്ക് മുകളിലെത്തും. കർണാടകയിൽ സമാനമായ പദ്ധതികൾ നടപ്പാക്കാൻ പ്രതിവർഷം 500,000-ലധികം കോടി രൂപയാണ് ചെലവാക്കുന്നത്. ഡിസംബർ വരെ സംസ്ഥാനത്തിൽ പൊതുവിപണിയിൽ നിന്നും കടമെടുക്കാവുന്ന തുകയിൽ കേന്ദ്ര സർക്കാർ 6000 കോടി രൂപയുടെ കുറവ് വരുത്തിയതും വലിയ തിരിച്ചടിയായി. ഇതിനു പുറമെ സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാന്റുകൾ അനുവദിക്കേണ്ടതില്ലെന്ന ധനകാര്യ കമ്മീഷന്റെ പഴയ ശുപാർശ കൂടി നിലനിൽക്കുന്നതിനാൽ ഗ്യാരണ്ടികൾ നടപ്പിലാക്കാനുള്ള തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. അതേസമയം സംസ്ഥാനത്തിന് നേരിയ ആശ്വാസമേകുന്ന ഒരു റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ വരുത്തിയ വർധനവ് വഴി ഓരോ വർഷവും 10,000 കോടിയിലധികം രൂപ ഖജനാവിൽ അധികമായി എത്തുമെന്നാണ് പുതിയ വിലയിരുത്തൽ. ഈ തുക ലഭ്യമാകുന്നതോടെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്കും പദ്ധതി നടത്തിപ്പിലെ തടസ്സങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് സർക്കാരിന്റെ